കോൺഫിഡന്റ് ആയി. അപ്പൊ ഇന്ന മിസ്റ്റേക്ക് അല്ല, കാലെത്തുന്നില്ല, അതിന് വേണ്ടിട്ട് കുഷ്യൻ ഇടുന്നു, പിന്നെ കാലെത്തുന്നില്ല വേണ്ട അടി പലക കൊണ്ട് വെക്കുന്നു. ഞാൻ അന്നേരവും പറഞ്ഞു ഈ സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ സാധനങ്ങളൊന്നും വെക്കാതെ തന്നെ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് അല്ലെ. ബാക്കിൽ വെച്ചേക്കുന്നത് എല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അതെല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ അതിന് വേണ്ടിയിട്ട് അധികം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇപ്പൊ തന്നെ ലുലു ഇടപ്പള്ളിയിലാണ് ലുലുവിന്റെ അവരോട് പോണത്. ഇത് കണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ ഭാഗത്തൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പൊ ഇത്രയും തിരക്കുകളോ വണ്ടികളോ കാര്യങ്ങളോ ഉണ്ടെന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. നമുക്ക് ആ ഒരു ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം. എത്ര തിരക്കുള്ള റോഡിലും എത്ര സിഗ്നലിൽ നിന്നാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഒരു വാഹനം നമ്മൾ സൈഡിൽ കിടക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, വണ്ടി ഇല്ല എന്ന് കണ്ടാൽ എത്രയും വേഗം ഈ ഭാഗത്തേക്ക് വണ്ടിയെ കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒരു വണ്ടി മെയിൻ റോഡിലൂടെ നമുക്ക് കയറ്റി എടുക്കാൻ കഴിയുന്നതാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത് എടപ്പള്ളി, എറണാകുളം ജില്ലയിലെ എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം തിരക്കുള്ള സമയത്ത്, ഒരു വാഹനം എവിടെ നിന്ന് ലെഫ്റ്റി കിടക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് വണ്ടി റോഡിലോട്ട് കയറ്റാന്, ഇതുപോലെ തിരക്കിനകത്തൊരു വണ്ടി എടുക്കാന്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ്. വാഹനം ഓടിക്കണമെന്ന് അതേ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഈ ട്രിക്കുകളും ടിപ്സുകളും എന്താണ് വീഡിയോയുടെ പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. കാരണം നമുക്ക് തോന്നും ഇന്ന മിസ്റ്റേക്കാണ്, ഇന്ന മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കാം എന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നത്, ഇപ്പൊ ഇവർ 5-6 വീഡിയോ ഇതുപോലെ തന്നെ ഇടാനുള്ള കാരണം നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് അല്ല ചിലപ്പോൾ നിങ്ങളുടെ. അതുകൊണ്ടാകാം നിങ്ങൾ ഒരു 3-4 പേരുടെ പ്രാക്ടീസിന് പോയിട്ട് നിങ്ങൾക്കൊരു വാഹനത്തിൽ കയറിയിരുന്ന ഒരു വണ്ടി ഒന്ന് എടുക്കാനോ ഒന്ന് നിർത്താനോ കൃത്യമായിട്ട് ഒരു വണ്ടി സൈഡ് ചെയ്യാൻ വണ്ടി ഓടിക്കാനോ ഒരു കോൺഫിഡൻസോട് കൂടി തനിയെ ഇരുന്ന് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരു ബോധ്യമോ ഇല്ലാത്തതിന്റെ കാരണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇന്ന മിസ്റ്റേക്ക് ആണ്, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഗിയർ മാറാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ അതല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ട്രിക്ക് ടിപ്സ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇതുപോലെ വാഹനം ഓടിക്കുക. എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോഡിലോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ മിററിൽ നോക്കി വേണം എന്ത് ചെയ്യാൻ ഈ സൈഡിലോട്ട് അടുപ്പിക്കാൻ. അല്ല നമ്മൾ ഒരു കാരണത്താൽ ഇത്രയും ഇവിടെ ഉള്ളപ്പോൾ ഒരു റോഡ് ഇവിടുന്ന് സർവീസ് റോഡ് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, നേരെ ഇങ്ങോട്ട് കയറ്റരുത്. കാരണം ഈ സൈഡിൽ കൂടെ വണ്ടി വന്ന് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ അത് ഫില്ല് നമ്മൾ അടയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്റെ ഈ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഓടിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ 3-4 പേരോട് അതേ മിസ്റ്റേക്കും പ്രകാരം നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടും നിങ്ങൾക്കൊരു വണ്ടി വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി പോലും ഒന്ന് എടുക്കാൻ പോലും കഴിയാതെ വരുന്നത്. അപ്പൊ ഇത് ലൈവായിട്ടൊക്കെ ഇടാനുള്ള കാരണം ഇദ്ദേഹം എന്നോട് ഇതുപോലെ തന്നെ പറഞ്ഞു ഇന്ന മിസ്റ്റേക്ക് ഇന്ന മിസ്റ്റേക്ക് ആണെന്ന്. ഞാൻ വണ്ടിയിലോട്ട് കയറ്റി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന മിസ്റ്റേക്ക് അല്ല, ഇന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഈ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ വണ്ടി ഓടിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? നമ്മൾ പറഞ്ഞ മിസ്റ്റേക്ക് വല്ലതും ആണോ? ഞാൻ ആ മിസ്റ്റേക്കും പ്രകാരം ഞാൻ പഠിപ്പിച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമോ? ആ ട്രിക്കോ ടിപ്സോ ഞാൻ വീഡിയോയിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമോ? അപ്പൊ നമുക്ക് തോന്നുന്ന മിസ്റ്റേക്ക് അല്ല നമ്മുടെ. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത്. ഇത് കണ്ടില്ല, ഒറ്റക്കായും കൊണ്ടൊക്കെ ആണെങ്കിലും വണ്ടി കൃത്യമായിട്ട് ക്രമമായിട്ട് ഓടിക്കാനുള്ള കാരണം ആ ഒരു മിസ്റ്റേക്ക് മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. അതും പ്രകാരം കണ്ടല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നു. പലർക്കും അത് ഇത് പറയാനുള്ള കാരണം ഈ ലെഫ്റ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് ഭയങ്കര പേടിയാ, എന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്തൊക്കെയാ? റിവേഴ്സ് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടിയിൽ കയറുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ, നെഞ്ചിടിപ്പ്, എടുക്കാൻ നേരം പേടി, ടെൻഷൻ, അങ്ങനത്തെ ടെൻഷനായിരുന്നു. ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയി അല്ലേ? അപ്പൊ ഇന്ന മിസ്റ്റേക്ക് അല്ല, കാലെത്തുന്നില്ല, അതിന് വേണ്ടിട്ട് കുഷ്യൻ ഇടുന്നു, പിന്നെ കാലെത്തുന്നില്ല വേണ്ട അടി പലക കൊണ്ട് വെക്കുന്നു. ഞാൻ അന്നേരവും പറഞ്ഞു ഈ സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ സാധനങ്ങളൊന്നും വെക്കാതെ തന്നെ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് അല്ലെ. ബാക്കിൽ വെച്ചേക്കുന്നത് എല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അതെല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ അതിനു വേണ്ടിയിട്ട് അധികം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ല. തന്നെ ഇന്ന ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ആ മിസ്റ്റേക്ക് മാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുഷ്യൻ എടുത്ത് കളയും, താഴത്തെ പലക എടുത്ത് കളയും, എല്ലാം എടുത്ത് കളയും. നമ്മൾ തന്നെ വണ്ടി കുടിക്കും, കാലിന് നീളം ഉണ്ടാകും, കാല് വെട്ടിക്കളയെന്ന് പറഞ്ഞു.
ശരി പറഞ്ഞില്ലേ? പറഞ്ഞു അപ്പൊ കാലിന് നീളം കണ്ടോ അല്ലേ? ആളിന് നീളമില്ല, കാലിന് നീളമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊക്കക്കുറവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാലിന് നീളമില്ലാത്തതുകൊണ്ട് ആർക്കും പൊക്കക്കുറവിന്റെ കാരണമൊന്നുമില്ല. നിങ്ങളുടെ കാലുകള് കൃത്യമായിട്ട് വെക്കുന്നില്ല. വെക്കേണ്ടിടത്ത് കറക്റ്റായിട്ട് വെക്കേണ്ട സ്ഥാനത്ത് കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് എത്താതെ തോന്നുന്നത്. ആർക്കും കാലിന് നീളക്കുറവോ ഒന്നുമില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഇങ്ങനെയുള്ള ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകും. എന്റെ കാലെത്തുന്നില്ല, എനിക്ക് നീളക്കുറവായതുകൊണ്ട് എന്റെ കാലെത്തുന്നില്ല, അപ്പൊ എന്തെങ്കിലും വേറെ ചെയ്യണോ, ഇനി കുഷൻ ഉണ്ടാകണോ? കാരണം ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ ക്ലാസ്സിന് പോയപ്പോൾ 1500 രൂപ ഒരു സാറ് ഇതുപോലെ കുഷനൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് പൊക്കമില്ലെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഈ കുഷനൊന്നും, നമുക്ക് ഈ ഒരു സീറ്റ് തന്നിട്ടുണ്ട്, ആ സീറ്റിൽ നമ്മുടെ ഇരിപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റിൽ വേറൊരു സാധനം എന്തുകൊണ്ടിട്ടാലും നമുക്കത് കംഫർട്ടബിൾ ആകത്തില്ല. നമ്മുടെ സീറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു സീറ്റ് ഉണ്ട്, ആ സീറ്റിന്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇരുന്നൊരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്താൽ എന്തുള്ളൂ, നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ബസ്, ഏതൊരു വണ്ടി മുന്നിലൊരു വണ്ടി കിടക്കുമ്പോൾ കൃത്യമായിട്ട് ബോണറ്റിന്റെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് എവിടെയാണ് കൃത്യമായിട്ട് കൊണ്ട് നിർത്തേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുമ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? റൈറ്റ് സൈഡിലെ വണ്ടി ശ്രദ്ധിക്കണോ ലെഫ്റ്റ് സൈഡിലെ വണ്ടി ശ്രദ്ധിക്കണോ? രണ്ട് വണ്ടി തട്ടും എന്നുള്ള പേടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ നല്ല ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു സൈഡ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ പോവുക. കാരണം നമ്മൾ ഇങ്ങനെ സെന്ററിൽ കൂടെ അവിടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെയും റൈറ്റ് സൈഡിൽ കൂടെ എല്ലാ വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പേടികൾ ഉണ്ടാകും. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലെ തിരക്കുകളുള്ള സമയത്ത് നിങ്ങൾ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ടയർ കാണാതെ വരുമ്പോഴേ നിങ്ങൾ നിർത്തുക. അല്ലാതെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിർത്തരുത്. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കുക, കാരണം ഫ്രണ്ടിൽ ഒരു വണ്ടിയുടെ 2 വണ്ടികളുണ്ട്. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നിടത്തല്ല അതുകൊണ്ട് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത് കണ്ടില്ലേ, അതിന്റെ ഇരിക്കുന്നിടത്തല്ല ബൈക്കിന്റെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്പർ പ്ലേറ്റ് നോക്കി നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇതുപോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തരുത്. നിങ്ങൾ അതായത് ആ വണ്ടിയുടെ ബാക്കിൽ കൊണ്ട് നിർത്തരുത്. നിങ്ങൾ കാരണം നമുക്കൊരു ബൈക്കിന്റെ ഗ്യാപ്പ് ഉണ്ടാവും, എന്നാലും നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മറ്റുള്ളവർ, അതായത് എക്സ്പേർട്ട് ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല, ഒരു ബാധകമാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ജഡ്ജിങ് കിട്ടും. നമുക്കൊരു അളവോ കാര്യങ്ങളൊന്നും ഇല്ല. ചെയ്ത് വരുന്നതോടെ നമുക്ക് ആ ജഡ്ജിങ്ങും മൂവ്മെന്റും കറക്റ്റായിട്ടുള്ള ഫ്രണ്ടിലുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട്. പക്ഷെ അറിയാൻ വയ്യാതെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീല് കാണാതെ വരുമ്പോൾ എന്ത് ചെയ്താൽ, നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനത്തിന്റെ വീല് നമ്മൾ കാണാതെ വരുമ്പോൾ നിർത്തിയാൽ പോലും ഇടയിൽ ഒരു ബൈക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാകും. എന്നാലും നമുക്ക് സ്വല്പം കൂടെ, അഥവാ വീല് കണ്ടിട്ട് കാണാതെ വന്നിട്ടും സ്വല്പം കൂടെ മുൻപോട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മുടെ വണ്ടി എന്ത് ചെയ്യുന്നില്ല, ആ ഫ്രണ്ടിലുള്ള വണ്ടിയെ പോയി തട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആ സ്പേസ് നമുക്ക് നിർത്താനും കോൺഫിഡൻസോടുകൂടി വണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഏത് തിരക്കിലും നമുക്ക് വണ്ടി എടുത്ത് നിർത്താനും എടുക്കാനും ഒക്കെ കഴിയും. ഇതല്ലേ ഇപ്പൊ ഇത്ര തിരക്കിനകത്തൂടെ നമുക്ക്, ഞാൻ ആ ഒരു മിസ്റ്റേക്ക് മാത്രം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയുന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞു. ക്ലച്ച് ഓടാനോ ബ്രേക്ക് ഓടാനോ സ്റ്റിയറിംഗ് ഇരിക്കാനോ എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് തോന്നും സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണല്ലോ, ക്ലച്ചിന്റെ ബാലൻസ് കുറവാണല്ലോ, സ്റ്റിയറിംഗിന്റെ ആണല്ലോ, ആക്സിലറേറ്റർ കൊടുക്കുന്നതിന്റെ ആണല്ലോ എന്നൊന്നും ഒക്കെ തോന്നാം. പക്ഷെ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് അല്ലായിരിക്കും, വേറെ എന്തോ ഒരു മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കാനോ ക്ലച്ച് ഔട്ടാനോ ബ്രേക്ക് ഔട്ടാനോ ഗിയർ മാറാനോ ഒന്നും പറയാത്തത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാ വീഡിയോയിലും ഇത് തന്നെ, ഈ ഒരു വാക്ക് തന്നെ പിന്നെ ഞാൻ പ്രയോഗിക്കുന്നതും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നത്. നിങ്ങൾക്കും വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത് ഈ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും മുന്നിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇത്രയും നമ്മൾ ഒരു ഗ്യാപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിലെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനുള്ളത് നമ്മളെ ഗ്യാപ്പ് എടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ കണ്ട ഈ ഇപ്പൊ അപ്പുറത്തോടെ വണ്ടി വന്നു, അപ്പൊ അപ്പുറത്തോടെ പോകാനുള്ള സ്പേസും ഗ്യാപ്പും ഉള്ളത് കൊണ്ടാണ് അവർ കയറി വന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് ഈ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ അടുത്ത് വരെ നമ്മൾ നേരെ വരരുത്. എന്നിട്ട് പിന്നെ പലരും എന്ത് ചെയ്യും, അതിന്റെ അടുത്ത് വരെ വന്നിട്ട് ബാഗിലേക്ക് തിരിഞ്ഞു പോകും. അങ്ങനെ വണ്ടികൾ കയറി വരുന്ന കാണും, പേടി തോന്നും. പിന്നെ നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പം പിന്നെ ഒരുപാട് തിരിക്കാൻ തോന്നും, പേടിയൊക്കെ തോന്നും, വണ്ടി ഇരുന്ന് ഓഫ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് മുന്നിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് നോക്കി നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ആദ്യമേ അങ്ങ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈ ഷേപ്പിൽ അങ്ങ് പിടിച്ചാൽ മതി. അതേസമയത്ത് നമ്മൾ അതിന്റെ അടുത്ത് ചെന്നിട്ടാണ് നമ്മൾ പിടിക്കുന്നെങ്കിലോ എൽ ഷേപ്പിൽ പിടിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ കണ്ട് പിടിക്കുകയാണെങ്കിലോ നമ്മൾ ഇവിടുന്നേ നമ്മൾ ഇങ്ങനെ ഒരു വൈ ഷേപ്പിലാക്കി പോയാൽ നമുക്ക് അധികം തിരിക്കാൻ വേണ്ട. ആ ഒരു ഗ്യാപ്പിൽ കയറുമ്പോൾ അതിന്റെ അപ്പുറത്തോടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എത്തിയത്തുള്ളൂ, ബാക്കിൽ ഒരു വണ്ടി കയറിയും വരത്തുള്ളൂ. നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതേപോലൊക്കെ നമ്മളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ, കാരണം ഈ നമ്പർ പ്ലേറ്റ് നോക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മൾ അതിന്റെ അടിയിൽ കയറിയാൽ പോലും, കാരണം ലോറിയാണ് കിടക്കുന്നത്, അതിന്റെ അടിയിൽ കയറിയാൽ പോലും എന്ത് ചെയ്യത്തില്ല, നമ്പർ പ്ലേറ്റ് മങ്ങത്തും ഇല്ല, എന്ത് ചെയ്യും, പോയി വണ്ടിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്പർ പ്ലേറ്റ് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിർത്തരുത്. അപ്പൊ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ആക്സിലേറ്ററിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ കൂട്ടി ഒരു കാരണവശാലും
കൊടുക്കരുത്. നമുക്ക് ഒരു 2-3 പേപ്പറിന്റെ കനത്താണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർ ബൈക്ക് ഓടിക്കുന്നവർ, സ്കൂട്ടി ഓടിക്കുന്നവരുവാ. അപ്പൊ നമുക്കറിയാം ഫുള്ള് നമ്മൾ ആക്സിഡന്റ് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു 3-4 പേപ്പറിന്റെ കനത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ലുലു ഇടപ്പള്ളിയിലാണ് ലുലുവിന്റെ അവരോട് പോണത്, ഇത് കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഈ ഭാഗത്തൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പൊ ഇത്രയും തിരക്കുകളോ വണ്ടികളോ കാര്യങ്ങളോ ഉണ്ടെന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. നമുക്ക് ആ ഒരു ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, എത്ര തിരക്കുള്ള ഒരു റോഡിലും എത്ര സിഗ്നലിൽ നിന്നാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആക്സിഡന്റ് കൊടുക്കുന്നത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളൊരു 3-4 പേപ്പറിന്റെ കനത്തിൽ കൊടുക്കരുത്. നമ്മൾ എത്ര സ്പീഡിൽ പോകണമെങ്കിലും അത് മാത്രമല്ല, ആ റോഡിനനുസരിച്ച് എന്ത് ചെയ്യും, റൺ ആയിക്കോളും. ഇപ്പം ഇറക്കമാണെങ്കിലും കയറ്റമാണെങ്കിലും നിരപ്പാണെങ്കിലും അത് റോഡിനനുസരിച്ച് റണ്ണിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യും, സ്പീഡ് കൂടുകയും കുറയും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. അത് മൂവ്മെന്റ്സിനനുസരിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യും, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ യു ടേൺ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഈ സൈഡിൽ ചേർന്നാണ് എടുക്കുന്നത്, ഈ സൈഡിലോട്ട് തന്നെ വണ്ടിയെ കൊണ്ടുവരണം. നമ്മളിപ്പോ അങ്ങേ സൈഡിൽ കൂടെ ആണ് വരുന്നതെങ്കിൽ അങ്ങേ സൈഡിലോട്ട് ആ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. ഇപ്പൊ ഈ റൈറ്റ് സൈഡ് നമ്മൾ ചേർന്നാ വന്നത്. അപ്പൊ നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് തന്നെ വണ്ടി പോകണം. അതുകൊണ്ട് അങ്ങനെ തന്നെ വണ്ടി പോയാലേ അതുവരെ നമ്മൾ പിന്നെ എന്ത് ചെയ്ത് നോക്കരുത്. പിന്നെ നമുക്ക് മിററിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാവും, ഈ ഭാഗത്തേക്ക് വരാവും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും മിററിൽ നോക്കാതെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യരുത്, വരരുത്. നമ്മൾ പോകുന്നിടത്തോടെ തന്നെ കൃത്യമായിട്ട് പോവുക. അതല്ല നമുക്ക് ലെഫ്റ്റിലേക്കാ വേണ്ടതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലെ മിററിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാവും, ലെഫ്റ്റിലേക്ക് വരാവും. റൈറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ റൈറ്റിലെ മിററിൽ നോക്കിയിട്ട് നമ്മൾ റൈറ്റിലേക്ക് എടുക്കാവും. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും റൈറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ലെഫ്റ്റ് നിൽക്കുമ്പോൾ ഒറ്റ അടിക്കുന്നില്ല, മിററിൽ നോക്കാതെ നമ്മൾ തിരിക്കാൻ പാടില്ല. നല്ല മഴയല്ലേ. അതിൽ വാഹനം നിങ്ങൾക്ക് ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എന്നതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70, 75, 80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതുന്നത്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.